ബ്രോ, കല്യാണിനെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല. അമ്മേ, ഇനി ഈ സിറ്റിയിൽ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും മാർക്കറ്റുകളും അമ്പലങ്ങളും അങ്ങനെ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും തിരക്കി. പക്ഷേ നമ്മളോടുള്ള പക തീർക്കാൻ കല്യാണിയെ തട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് പ്രിയങ്ക പറയുന്നു. അവളെ ജയിലിൽ അയച്ചതിന് പകരം ഈ കുടുംബത്തെ ഒന്നാകെ ജയിലിൽ അയക്കുമെന്ന് അവൾ വെല്ലുവിളിച്ചതാ. അതിനുള്ള തുറുപ്പ് ചീട്ട കല്യാണിയെന്ന്. ബ്രോ, അതൊക്കെ അവളുടെ വെറും ജാട വർത്താനാ. ഒരു കാലത്ത് നടക്കാത്ത സ്വപ്നം. അങ്ങനല്ല രവിന്ദ, അവൾ എന്തോ ചതി ഒരുക്കിയിട്ടുണ്ടെന്ന് തീർച്ചയാ. കല്യാണിയെ ദയവ് ചെയ്ത് എനിക്ക് വിട്ടുതാന്ന് ഞാൻ പറഞ്ഞപ്പോ അവൾ ഉറപ്പിച്ച് പറഞ്ഞത് മറ്റു ചില കാര്യങ്ങളാ. നാളെ സൂര്യൻ ഉദിക്കുമ്പോ നിങ്ങൾക്ക് കല്യാണിയെ തിരികെ കിട്ടും. ജീവനോടെ അല്ല, ശവമായിട്ട്. അവളുടെ മരണത്തിന് നിങ്ങളെ കുടുംബസമേതം വഴി എണ്ണിക്കും ഞാൻ. കല്യാണിയുടെ ബോഡി കിട്ടാൻ പോകുന്നത് തൃച്ചംബരത്ത് നിന്നായിരിക്കുമെന്നും ഇളയ മുത്തച്ഛൻ പ്രവചിച്ചതുപോലെ പഞ്ചഭൂതങ്ങളിൽ ശീതസ്പർശമുള്ള ഒന്നുകൊണ്ടാവും മരണമെന്നും പറ്റുമെങ്കിൽ കണ്ടെത്തിക്കൊള്ളാനും അവൾ എന്നെ വെല്ലുവിളിച്ചു. അതാലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പ്രിയങ്ക അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവളത് നടപ്പിലാക്കും. ആദ്യം വേണ്ടത് നമ്മൾ ഈ കോമ്പൗണ്ടിൽ അന്വേഷിക്കുകയാണ്. അതെ സാർ, ആദ്യം തൃച്ചംബരത്തൊന്ന് തരട്ടെ. അരവിന്ദ് വാ. ശരി ബ്രോ, നന്ദന വാ. ആനന്ദ്, ഇല്ലമ്മേ, കല്യാണി ഈ കോമ്പൗണ്ടിൽ ഒരിടത്തുമില്ല. ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് തെറ്റിച്ചു. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലമ്മേ. അമ്മ എന്നോട് ക്ഷമിക്കണം.
സുജാതെ, ആരാ ഈ മോട്ടോർ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാത്തത്? ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. തൃച്ചംബരത്തെ ഇളയ മുത്തശ്ശൻ നടത്തിയ പ്രവചനം പോലെ ശീതസ്പർശമുള്ള വസ്തു കൊണ്ട് തന്നെയാണ് ആ അടുക്കളക്കാരിയുടെ അവസാനം. തണുത്ത് വിറങ്ങലടിച്ചിട്ട് നിങ്ങൾക്ക് കല്യാണിയെ തിരികെ കിട്ടും. ജീവനോടെ അല്ല, ശവമായിട്ട്. അരവിന്ദ് പോടോ. മോളെ മോളെ കല്യാണി, കണ്ണ് തുറക്കും മോളെ, കണ്ണ് തുറക്കും മോളെ, മോളെ കണ്ണും തുറക്കും മോളെ, മോളെ കല്യാണി, കല്യാണി കണ്ണും തുറക്ക്. ഇത് നോക്കിയോ മോളെ കല്യാണി. ചേച്ചി, കല്യാണി, ചേച്ചി ഞാനാ ചേച്ചി, എന്നെ ഒന്ന് നോക്ക് ചേച്ചി. കല്യാണി, ചേച്ചി, ചേച്ചി പ്ലീസ്. മോളെ ദാനിയൻകുട്ടൻ വിളിക്കുന്നു, നോക്കി മോളെ, അച്ഛനാ വിളിക്കുന്നേ. കണ്ണ് തുറന്നു നോക്കൂ മോളെ. ചേച്ചി ഒന്ന് എഴുന്നേക്ക് ചേച്ചി. മോളെ വലുഞ്ഞ്, കല്യാണി, എന്റെ ചേച്ചിക്ക് എന്ത് പറ്റി വലുഞ്ഞ്? എനിക്ക് എന്റെ ചേച്ചിയെ വേണം. ഇളയച്ചനകത്തേക്ക് കയറുന്നില്ലേ? ഏതോ ഒരു മൃതശരീരത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ ഹാളിലേക്കോ? വേണ്ട, മടങ്ങലാണ് അഭികാമ്യം. മോളെ കല്യാണി, കല്യാണി, മോളെ കണ്ണു തുറക്ക് മോളെ. ചെപ്പിക്കുന്ന കേൾക്കുന്നില്ലേ മോളെ? മോളെ കല്യാണി, കല്യാണി കണ്ണു തുറക്ക്. നിന്റെ വലിയ കുഞ്ഞെ വിളിക്കുന്നു. കല്യാണി, ചതിക്കരുത് നീ എന്നെ, പ്ലീസ്. കല്യാണി, കണ്ണൊന്ന് തുറക്ക്. കണ്ണ് തുറന്ന് എന്നൊന്ന് നോക്ക് നീ. കല്യാണി, കല്യാണി, നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാനും ഉണ്ടാവില്ല. കല്യാണി,
എല്ലാവരും അല്പനേരം ഒന്ന് പുറത്തേക്ക് നിൽക്കണം. ആദ്യം പേഷ്യന്റിന്റെ ഈ ഈറൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. പുതിയ ഡ്രസ്സും വല്ലതും കിട്ടുമോ? കിട്ടും, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതിങ്ങ് തരാം. ദാസേ, ഒന്നും വരില്ല, വിഷമിക്കാതിരിക്കെ. അകത്ത് ഡോക്ടർ പരിശോധിക്കുകയില്ലേ? ദാസ് ഇങ്ങനെ കരഞ്ഞാൽ അനിയൻ കുട്ടനത് താങ്ങില്ല. ദാസ് വേണ്ടേ അവന് ധൈര്യം കൊടുക്കാൻ? ഒന്നും സംഭവിക്കില്ല. ഏയ്, ചേച്ചിക്ക് ഒന്നും വരില്ല അനിയൻകുട്ട. നീ ഇങ്ങനെ കരയില്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് ആന്റി തൃച്ചംബരത്ത് പുതിയ വിശേഷങ്ങള്? ആന്റിയുടെ വിളി എത്തിയില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കായിരുന്നു ഞാൻ. അറിയാം പ്രിയങ്കേ, മനസ്സിലായി. അതുകൊണ്ടാ സിറ്റുവേഷൻ മോശമായിട്ടും ഞാൻ വീടിന്റെ പുറത്ത് ചാടി നിന്നെ വിളിക്കാന്ന് വിചാരിച്ചത്. ഏതായാലും നീ എന്നോട് ഈ കള്ളക്കളി കളിക്കണ്ടായിരുന്നു. ഇതെന്നെ ഒരുമാതിരി മോശക്കാരിയാക്കി നീ. മോശക്കാരിയോ? ആന്റി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ സംസാരിക്കാതെ? ഞാൻ നിന്നോട് പല പ്രാവശ്യം ചോദിച്ചതല്ലേ അവളെ തട്ടിക്കൊണ്ടു പോയത് നീയാണോന്ന്. അപ്പോ നീ അത് എന്റെ കയ്യിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു അല്ലേ? അതെന്താ നീ അങ്ങനെ ചെയ്തത്? എന്നെ നിനക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ട്. ഇനി നീ എന്നെ ആന്റിന്ന് വിളിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും വിളിച്ചാ മതി. നമ്മൾ തമ്മിലുള്ള ഇടപാടൊന്നും ശരിയാവില്ല. അയ്യോ, അതൊന്നും അല്ല ആന്റി, പ്ലീസ്. ആന്റി എനിക്ക് വിശ്വാസം ഇല്ലാതിരിക്കോ? സത്യം പറഞ്ഞ രാവിലെ ആന്റിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. ഇപ്പൊ ഈ പരിഭവമൊക്കെ കള ആന്റി. എന്നിട്ട് വിശേഷം പറ. അവിടെ അടുക്കളക്കാരിയുടെ ഡെഡ് ബോഡി കിട്ടിയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ന്യൂസ് ചാനലിൽ വെച്ച് കാത്തിരിക്കുക ആ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി. അഖിലാണ്ടേശ്വരിയും മക്കളെയും കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നത് ലൈവായിട്ട് എനിക്ക് കാണുമായിരുന്നു. അന്ന് ഈ ജന്മത്തിൽ എനിക്ക് മോക്ഷം കിട്ടും. മോക്ഷം തേങ്ങാ കൊലയാണ്. അതൊക്കെ കാണണമെങ്കിലേ തൽക്കാലം നീ പോയി കിടന്ന് നല്ലതുപോലെ ഉറങ്ങ്. അപ്പൊ ചിലപ്പോഴേ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. വാട്ട്? സ്വപ്നത്തിൽ കാണാനോ? എന്താ ആന്റി പറയുന്നൊക്കെ? അപ്പോ തൃച്ചംബരത്തൊന്നും സംഭവിച്ചില്ലെന്നാണോ? ഒന്നും സംഭവിച്ചില്ല, ഒരു പുണ്ണാക്കും. നീ പറയുന്ന പോലൊക്കെ നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ നിന്നേക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. 7 സ്വർഗം കിട്ടിയ സന്തോഷം. അതൊന്നും നടന്നില്ല ഇവിടെ. നീ കൊല്ലാൻ നോക്കിയ കല്യാണിക്ക് ആനന്ദ് വീണ്ടും രക്ഷകനായി. ബോധം കെട്ട് കിടക്കുന്ന കല്യാണിയെ ഇപ്പൊ അകത്ത് ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ലക്ഷണം കണ്ടിട്ട് അവള് രക്ഷപ്പെടുന്ന കോള. വേണ്ട വേണ്ട, ഇപ്പൊ നീ കിടന്ന് അലറിയിട്ടും കുതറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ചോദിച്ചപ്പോഴേ നീ എന്നോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഉള്ളവരുടെ കൂടെ നിന്ന് ആ ടാങ്കിലുള്ള പരിശോധനയെങ്കിലും ഞാൻ ഒഴിവാക്കിപ്പിച്ചേനെ.
എല്ലാം നശിപ്പിച്ചില്ലേ? ഇനിയിപ്പൊ ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് എന്ത് ചെയ്യാനാ? ദേ, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ഇനിയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോ എന്നോട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. എന്നാലേ വിജയിക്കൂ. ഏതായാലും ഇതുവരെ അവൾക്ക് ബോധം വീണിട്ടില്ല. ഇനി ഇതിനിടയ്ക്ക് വല്ല അത്ഭുതവും നടന്നാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. മോശം. ആഗ്രഹം കൊള്ളാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇതെന്നും നിന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിട്ട് മാത്രമേ നിലനിൽക്കൂ. കൃഷ്ണേട്ടാ, ഇളയച്ചൻ പറഞ്ഞ പൂജ നടത്തി ശ്രീചക്രം സ്ഥാപിക്കണം. അഖിലേ, റിലാക്സ്. ഒക്കെ ചെയ്യാം. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. എനിക്കെന്തോ പേടി തോന്നുന്നു കൃഷ്ണേട്ടാ. ഇളയച്ചന്റെ വാക്കുകളാ എപ്പോഴും കാതില്. ഏയ്, ഒന്നുമില്ല. റിലാക്സ്. എന്റെ ചന്ദ്ര, നീ വിഷമിക്കണ്ട മോനെ. ഞാനിപ്പോ അമ്പലത്തിൽ വിളിച്ചൊരു കുങ്കുമാഭിഷേകം നേർന്നിട്ടുണ്ട്. നിന്റെ കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ല. അല്ല, ഞാൻ ആലോചിക്കുന്നത് അതൊന്നും അല്ല. ഇതൊക്കെ ചെയ്ത ആ പ്രിയങ്കയുടെ തലയിൽ ഇടുത്തി വീഴുന്നില്ലല്ലോന്നാ. വിലാസിനി, പ്ലീസ്. ഓ, തൃച്ചംബരത്തെ ഹാളിൽ വെള്ളം പൊതിപ്പിച്ചു കിടത്തിയ മൃതശരീരത്തിൽ വെക്കാൻ നല്ലൊരു റീത്ത് വാങ്ങിക്കണോ എനിക്ക്. അത് വെക്കുമ്പോ ഞാനൊന്ന് ചിരിക്കും, നിന്നെ കരയിക്കാൻ. പ്രിയങ്ക,